സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറയുന്നത് പോലെ കൊച്ചി മെട്രോ നഷ്ടത്തിലാണോ ഓടുന്നത്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കണക്കുകൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നായ കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച ധവളപത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നഷ്ടക്കണക്കിന് വിശദാംശങ്ങൾ ധവളപത്രത്തിൽ ലഭ്യവുമല്ല. കൊച്ചി മെട്രോ ഔദ്യോഗികമായി പുറത്തുവിട്ടുള്ള ലാഭനഷ്ട കണക്കിന്റെ മറ്റൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. ആ കണക്കുകൾ ഇപ്രകാരമാണ്. 2024-2025 വരെയുള്ള 3 സാമ്പത്തിക വർഷത്തിൽ മെട്രോ പ്രവർത്തന ലാഭം നേടി. 2024-2025 മാത്രം 33.34 കോടി രൂപയാണ് മെട്രോ പ്രവർത്തന ലാഭം നേടിയത്. 2023-2024 വർഷത്തിൽ 22.94 കോടി രൂപയും അതിന് മുൻപത്തെ വർഷം 5.53 കോടി രൂപയുമായിരുന്നു പ്രവർത്തന ലാഭം. വരവും ചെലവും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന ലാഭം കണക്കാക്കിയിരിക്കുന്നത്. അതായത് ചെലവിനേക്കാൾ ഉയർന്ന വരുമാനം കഴിഞ്ഞ 3 വർഷങ്ങളിലും മെട്രോ നേടി. കൊച്ചി മെട്രോ ഓടി തുടങ്ങിയ 2017-2018 സാമ്പത്തിക വർഷത്തിൽ 24.19 കോടിയായിരുന്നു പ്രവർത്തന നഷ്ടം. ആദ്യ 5 വർഷം നഷ്ടത്തിൻ്റെതായിരുന്നു. എന്നാൽ 6-ാം വർഷം മുതൽ മെട്രോ പ്രവർത്തന ലാഭത്തിലേക്ക് വന്നു. ടിക്കറ്റ് വരുമാനമാണ് മുഖ്യം. എങ്കിലും ടിക്കറ്റ് ഇതര വരുമാനവും കൺസൾട്ടൻസി സർവീസും അതോടൊപ്പം ഇതര വരുമാനങ്ങളും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. വളരെ വേഗം പ്രവർത്തന ലാഭത്തിലേക്ക് എത്തിയ രാജ്യത്തെ മെട്രോ സർവീസുകളിലൊന്നാണ് കൊച്ചി മെട്രോ. ഒരു കാര്യം പറയാതെ വയ്യ, നഗരത്തിന്റെ നട്ടിലായ പൊതുഗതാഗത സംവിധാനമായ മെട്രോയുടെ ലാഭം കണക്കിന്റെ കളത്തിൽ മാത്രം ഇട്ടുകൂട്ടാൻ കഴിയുന്നതല്ല.